ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന തിരുവചന ഭാഗം ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനമാണ്. ദൈവവചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്: ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവായ ഈശോ വളരെ വ്യക്തമായി ഇവിടെ നമ്മളോട് സംസാരിക്കുകയാണ്. എന്നെ അന്വേഷിക്കുവിൻ, ദൈവവചനമാകുന്ന ദീപികാനീശോയെ അന്വേഷിക്കുവിൻ, നിങ്ങൾ തീർച്ചയായിട്ടും ജീവിക്കും. ഹല്ലേലൂയ. അതായത് ഈശോ തന്നെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:6, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളൊരു, യഥാർത്ഥത്തിൽ വഴി, യഥാർത്ഥത്തിൽ ജീവൻ, യഥാർത്ഥത്തിൽ സത്യമുള്ള ദീപികാനീശോ, ഈശോയോട് മാത്രമേ നമുക്ക് ജീവൻ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ, പിതാവിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളോട് ദൂതായി പറയുകയാണ്, ഇന്ന് ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലാണോ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളെങ്കിൽ, കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ജെറൂമിയുടെ പുസ്തകം 23:29 വചനം പറയും, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ? കർത്താവ് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ്, അതിരതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് ചില പ്രതികൂല സാഹചര്യത്തിലായിരിക്കും ദൈവമക്കളോട് കർത്താവിൻ്റെ വചനം പറയുകയാണ്. എസെക്കിയേൽ 37:4, അവിടെ നിന്നോട് അരുളിച്ചതു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റം വരുത്താൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് വചനത്തിന് വേണ്ടി ഏറ്റവും ആഗ്രഹത്തോടെ തീവ്രമായി നമ്മൾ പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം ഗ്രഹിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ നമുക്കെല്ലാം കർത്താവ് തരുന്നു. കർത്താവിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മച്ചയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് കർത്താവിൻ്റെ വചനം. അത്രത്തോളം മൂർച്ചയുള്ള വചനം നമുക്ക് ഏറ്റെടുക്കാം. വചനം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ്. ഈശോയുടെ കൂടെ നമുക്കായിരിക്കാം. ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലും ദീപികാനീശോയെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കുകയും ചെയ്യാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.